എറണാകുളം പാറക്കടവ് പഞ്ചായത്തിലെ പുളിയനത്ത് ലഹരി മാഫിയ സംഘം അഴിച്ചുവിട്ട ക്രൂരമായ വധശ്രമത്തിന്റെയും അക്രമത്തിന്റെയും ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രദേശത്ത് ലഹരി വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമെതിരെ ശക്തമായി നിലകൊണ്ട 5 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെയാണ് വടിവാളും പെപ്പർ സ്പ്രേയുമായി ലഹരി സംഘം ആസൂത്രിത ആക്രമണം നടത്തിയത്. ശനിയാഴ്ച രാത്രി 10:30 പുളിയനം കൽക്കുരിശ് ഭാഗത്തു വെച്ചായിരുന്നു നാടിനെ നടുക്കിയ ഈ സംഭവം അരങ്ങേറിയത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സലീം കുമാർ ഉൾപ്പെടെയുള്ള യുവാക്കൾ ഇപ്പോൾ അങ്കമാലിയിലെ പ്രമുഖ ആശുപത്രികളിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ലഹരി സംഘം എത്രത്തോളം ക്രൂരവും ആസൂത്രിതവുമായാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ സംഭവത്തിന്റെ മോഡസ് ഓപ്പറാൻഡി പരിശോധിച്ചാൽ വ്യക്തമാകുന്നത്. യുവാക്കൾ തങ്ങളുടെ യൂണിറ്റ് കമ്മിറ്റി യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന കൃത്യമായ സമയം മനസ്സിലാക്കി ഒളിച്ചിരുന്ന ലഹരി സംഘം പെട്ടെന്ന് ഇവരുടെ മുന്നിലേക്ക് ചാടി വീഴുകയായിരുന്നു. ആക്രമിതർക്ക് പരിശോധിക്കാൻ ഒട്ടും സമയം നൽകാതെ വിധം ആദ്യം കണ്ണുകളിലേക്ക് മാരകമായ പെപ്പർ സ്പ്രേ അടിച്ചു വീഴ്ത്തി. തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന വടിവാളുകൾ ഉപയോഗിച്ച് തലയ്ക്കും കഴുത്തിനും വെട്ടി കൊലപ്പെടുത്താനായിരുന്നു ലഹരി സംഘത്തിന്റെ ശ്രമം. ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രസിഡന്റ് രാഹുൽ രാജു, സെക്രട്ടറി ജിതിൻ ജോസ്, AK മിഥുൻ, MK നിതിൻ, സലീം കുമാർ എന്നിവർക്കാണ് ഈ ക്രൂരമായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. ഈ സംഭവം കേവലം ഒരു പ്രാദേശിക രാഷ്ട്രീയ സംഘർഷമല്ല, മറിച്ച് നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് പോലും ലഹരി മാഫിയ എത്രത്തോളം ആഴത്തിൽ വേഴൂന്നിയിരിക്കുന്നു എന്നതിന്റെ പൊതുസമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് ഉയർത്തുന്ന ഭീഷണിയുടെയും നേർചിത്രമാണ്. തങ്ങളുടെ അനധികൃത ലഹരി വ്യാപാരത്തിന് തടസ്സം നിൽക്കുന്നവരെയും ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തുന്നവരെയും കായികമായി ഇല്ലാതാക്കാൻ മടിക്കാത്ത ക്രിമിനൽ സംഘങ്ങൾ നമുക്ക് ചുറ്റും സജീവമാണ്. പൊതുജനങ്ങളുടെയും വരം തലമുറയുടെയും സുരക്ഷിതത്വത്തിന് വലിയൊരു ചോദ്യചിഹ്നമാണ് ഇത്തരം മാഫിയകളുടെ അഴിഞ്ഞാട്ടം ഉണ്ടാകുന്നത്. ലഹരി വിപത്തിനെതിരെ പ്രതികരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്കും സാമൂഹിക പ്രവർത്തകർക്കും നേരെ ഇത്തരം മാരക ആയുധങ്ങളുമായി സംഘങ്ങൾ തിരിയുമ്പോൾ അത് സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള സമാധാന അന്തരീക്ഷത്തെയാണ് തകർക്കുന്നത്. സംഭവത്തെ തുടർന്ന് അങ്കമാലി പോലീസ് സ്ഥലത്തെത്തി വധശ്രമം ഉൾപ്പെടെയുള്ള കടുത്ത നിയമ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത ശക്തമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അക്രമം നടത്തി ഒളിവിൽ പോയ പ്രതികൾക്കായി പോലീസ് വല വിരിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നിങ്ങളുടെ പ്രദേശങ്ങളിൽ അപരിചിതരായ വ്യക്തികളുടെ സംശയാസ്പദമായ കൂട്ടുകൂടലുകളോ ലഹരി ഇടപാടുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും ഭയപ്പെടാതെ ഉടൻ തന്നെ പോലീസിനെയോ എക്സൈസ് അധികൃതരെയോ രഹസ്യമായി വിവരം അറിയിക്കണം. ലഹരി സംഘങ്ങളുടെ പകപോക്കലുകളെ ഭയന്ന് പിന്മാറാതെ നിയമപാലകരെ കൃത്യമായി വിവരങ്ങൾ അറിയിച്ച് ഇത്തരം ക്രിമിനലുകളെ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത്. നമ്മുടെ നാടിന്റെയും കുട്ടികളുടെയും ഭാവി തകർക്കുന്ന ഈ ലഹരി മാഫിയക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഈ അന്വേഷണ റിപ്പോർട്ട് ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. ക്രിമിനലുകളുടെ പുതിയ അക്രമ ശൈലികളെ കുറിച്ച് ബോധവാന്മാരാകാനും സമൂഹത്തിൽ ജാഗ്രത ഉറപ്പുവരുത്താനും ഈ ദൃശ്യങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഒപ്പം പുതിയ നിയമ നടപടികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.